ഹലോ ഫ്രണ്ട്സ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ പാർട്ട് 7 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സ് അഥവാ ടോർക്കും അതുപോലെ ആംഗുലാർ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിളുമാണ്. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റുകളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ NCERT ടെക്സ്റ്റിലുള്ള എല്ലാത്തരം കോൺസെപ്റ്റുകളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. മൊമെന്റ് ഓഫ് ഫോഴ്സ് അഥവാ ടോർക്ക്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു വാതിലുണ്ട്, ഒരു ഡോറുണ്ട്. ഈ ഡോറിനെ ആണെങ്കിൽ ഞാൻ ഈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പോവുകയാണ്. സോ ഇതാണ് നമ്മളുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ ആക്സിസിലാണെങ്കിൽ നമ്മൾ ഈ ഡോറിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പോവുകയാണ്. ഇവിടെ ഹിഞ്ച് ഇരിപ്പുണ്ട്. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വിജാഗിരി. ശരിയല്ലേ? ഹിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജാഗിരിയാണ്. ഈ ഒരു ഹിഞ്ചിന്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ ഈ ഡോർ ആണെങ്കിൽ ഈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും. ശരിയല്ലേ? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. സോ എനിക്ക് വാതിൽ തുറക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫോഴ്സ് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഫോഴ്സ് എവിടെയാണ് കൊടുക്കുന്നത്? ഈ ഹാൻഡിലാണ് കൊടുക്കുന്നത്. ശരിയല്ലേ? അങ്ങനെ ഹാൻഡിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ഡോർ ആണെങ്കിൽ ഈ ആക്സിസിൽ തിരിയും. അതായത് ഈ ഫോഴ്സ് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മളുടെ ഈ ഡോറ് ഈ ആക്സിസിൽ തിരിഞ്ഞത്. ശരിയല്ലേ? ഇനി നിങ്ങൾക്ക് ഈ ഫോഴ്സ് എവിടെ കൊടുത്തു കഴിഞ്ഞാലും, ഈ ഡോറിൻ്റെ ഏത് ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാലും ഇതേ ടേണിംഗ് എഫക്റ്റ് ഉണ്ടാകുമോ? നമുക്ക് നോക്കാം. നമുക്ക് ഈ ഫോഴ്സിനെ ഇവിടെ കൊടുക്കാം. സോ ഇത് ഹിഞ്ചിന് അടുത്താണ്. ശരിയല്ലേ? ഹിഞ്ചിന് വളരെ അടുത്ത്, അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷന് വളരെ അടുത്താണ് ഞാൻ ഈ ഫോഴ്സ് കൊടുക്കുന്നത്. സെയിം ഫോഴ്സാണ് കൊടുത്തത്, പക്ഷേ ഇവിടെ ഇത്രയും ടേണിംഗ് എഫക്റ്റ് ഉണ്ടാകുമോ? ഇല്ല, വളരെ കുറവായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഫോഴ്സ് മാത്രമല്ല ഇവിടെ റൊട്ടേഷൻ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ടേണിംഗ് എഫക്റ്റ് ഉണ്ടാക്കിയത് ആര് മാത്രമായിട്ടല്ല? ഫോഴ്സ് മാത്രമായിട്ടല്ല. അങ്ങനെ ഫോഴ്സ് മാത്രമായിട്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഫോഴ്സ് ഈ ഡോറിൻ്റെ ഏത് ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാലും ഒരേ രീതിയിൽ തിരിഞ്ഞേനെ. ശരിയല്ലേ? അങ്ങനെ തിരിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ഡോറിനെയോ ഒരു വസ്തുവിനെയോ ടേൺ ചെയ്യിക്കാൻ, തിരിക്കാനായിട്ട് നമുക്ക് ഫോഴ്സ് മാത്രം കൊടുത്താൽ പോരാ, ഫോഴ്സിനോടൊപ്പം മറ്റെന്തോ ഒരു ക്വാണ്ടിറ്റിയും കൂടെ വേണം. ശരിയല്ലേ? അതായത് ഇവിടെയാണെങ്കിൽ നമ്മൾ ഫോഴ്സ് ഈ ഭാഗത്ത് കൊടുത്തപ്പോഴത്തേക്കും ഇവിടെയാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ശരിയല്ലേ? ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും ഫോഴ്സിലേക്കാണെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. സോ ഇതെന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എവിടുന്നാണ്? ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു എവിടം വരെയാണ്? ഫോഴ്സ് വരെ. ശരിയല്ലേ? ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും ഫോഴ്സ് വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കൂടെ വേണമായിരുന്നു ഈ ഡോറിനെ തിരിക്കാനായിട്ട്. നമ്മളാണെങ്കിൽ ഇവിടെ ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്കും തിരിയാത്തതിന് കാരണം എന്താണ്? ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വളരെ ചെറുതായിരുന്നു. ശരിയല്ലേ? അങ്ങനെ ചെറുതായതിൻ്റെ ഫലമായിട്ട് മൊമെന്റ് ഓഫ് ഫോഴ്സ് അഥവാ ടോർക്കും വളരെ ചെറുതായി. അപ്പോൾ ഒരു വസ്തുവിനെ തിരിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന എന്തോ ഒന്ന്, അതിനെ വിളിക്കുന്ന പേരാണ് ടോർക്ക്. ടോർക്ക് എന്നത് ഒരു വെക്ടറാണ്. നമ്മൾ അതിനെ ടോ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. സോ എന്താണ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേണിംഗ് എഫക്റ്റ് ആണ്. ശരിയല്ലേ? സോ ഫോഴ്സിന്റെ ഒരു ടേണിംഗ് എഫക്റ്റ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. ഇനി ഇതെന്താണ്? മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ മൊമെന്റ് ആണ്. എന്താണ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ മുന്നേ ഉള്ള വീഡിയോയിൽ കേട്ടായിരുന്നു. മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് മൊമെന്റ്. ശരിയല്ലേ? ഇവിടെ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫോഴ്സിന്റെ മൊമെന്റ്. സോ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു എന്ത് വേണം? ഡിസ്റ്റൻസ്. ഇവിടെ ഏത് ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു ഫോഴ്സ്. സോ നമുക്ക് ഇത് ഷോർട്ടായിട്ട് പറയാം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നിങ്ങൾ പറയുമ്പോഴും ഓർത്തിരിക്കണം, ഈ ഡിസ്റ്റൻസ് എവിടെ നിന്നാണ് എടുക്കേണ്ടത്? ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നാണ്. ഈ എവിടം വരെയാണ് എടുക്കേണ്ടത്? കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വരെയാണ് എടുക്കേണ്ടത്. ശരിയല്ലേ? സോ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമുക്കറിയാം ഈ ഇക്വേഷനകത്ത് തന്നെങ്കിൽ ആരൊക്കെ വെക്ടേഴ്സ് ആണ്? ടോർക്ക് ഒരു വെക്ടറാണ്. ശരിയല്ലേ? ഫോഴ്സ് മറ്റൊരു വെക്ടറാണ്. അതുപോലെ ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ശരിയല്ലേ? അതൊരു വെക്ടറാണ്. സോ രണ്ട് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് വെക്ടർ കിട്ടി. ശരിയല്ലേ? എങ്കിൽ ഈ ഓപ്പറേഷൻ എന്താണ്? ക്രോസ് പ്രോഡക്റ്റ് ആണ്. നമുക്കതിനെ വെക്ടർ ഫോമിൽ എഴുതാം. വെക്ടർ ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് പറയണം. എഫ് ക്രോസ് ആർ അല്ല, എന്താണ്? ആർ ക്രോസ് എഫ്. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? വെക്ടർ ടോർക്ക് എന്ന് പറയുന്നത് ആറിനും അതുപോലെ എഫിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ശരിയല്ലേ? ഇത് മൂന്നും പരസ്പരം 90 ഡിഗ്രി ഉള്ള മൂന്ന് വെക്ടേഴ്സ് ആണ്. ശരിയല്ലേ? നമുക്കിതിനെ എങ്ങനെ എഴുതാം? ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. ശരിയല്ലേ? സോ ആർ ക്രോസ് എഫിനെ എങ്ങനെ പറയാം? ആർ എഫ് സൈൻ തീറ്റ. ഈ തീറ്റ എന്താണ്? തീറ്റ എന്ന് പറയുന്നത് ആറും എഫും തമ്മിലുള്ള ആംഗിൾ ആണ്. ശരിയല്ലേ? ഈ ആറും അതുപോലെ ഈ എഫും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്.
ഇനി ടോർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ടോർക്കിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ. ശരിയല്ലേ? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. അതുപോലെ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അതുകൊണ്ട് ടോർക്കിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടോർക്കിൻ്റെ ഡയമെൻഷൻ ആണ്, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ ടി റേസ് ടു -2. ശരിയല്ലേ? ഇനി എന്താണുള്ളത്? ഡിസ്പ്ലേസ്മെൻറ്റ്. അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? എൽ. സോ ഇതിങ്ങനെ വരും എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ശരിയല്ലേ? ഈ സെയിം ഡയമെൻഷൻ തന്നെയല്ലേ വർക്കിനുമുള്ളത്? വർക്ക് അതുപോലെ എനർജി ഇതിനൊക്കെ എന്താണ്? സെയിം ഡയമെൻഷൻ ആണ്. ശരിയല്ലേ? അപ്പോൾ ടോർക്കിനും വർക്കിനും എനർജിക്കൊക്കെ എന്താണ്? സെയിം ഡയമെൻഷൻ ആണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഡയമെൻഷൻ നോക്കിയിട്ട് അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. ശരിയല്ലേ? കാരണം എം എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്ന് പറഞ്ഞ ഈ ഡയമെൻഷൻ വെക്റ്റർ ക്വാണ്ടിറ്റി ആയ ടോർക്കിനുമുണ്ട്, അതുപോലെ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയ വർക്കിനും എനർജിക്കുമുണ്ട്. ശരിയല്ലേ? പക്ഷേ ടോർക്കും വർക്കും എനർജി ഒരേ കണക്കുള്ള ആൾക്കാരാണോ? അല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ശരിയല്ലേ? പക്ഷേ ഇവരുടെ ഡയമെൻഷൻ എല്ലാം സെയിം ആണ്. നമുക്കിനി നോക്കാം എന്താണ് ടോർക്കിൻ്റെ ഡയറക്ഷൻ എന്ന്. നമുക്കറിയാം ടോർക്ക് എന്ന് പറഞ്ഞത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന്. ശരിയല്ലേ? സോ ടോർക്ക് വെക്റ്റർ ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു സ്പാനർ ഉണ്ട്. ഞാൻ ഈ സ്പാനർ ഉപയോഗിച്ച് ഈ ഒരു ബോൾട്ടിനെ തുറക്കാൻ പോവുകയാണ്. സോ ഇതാണ് നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ ആക്സിൽ നമ്മൾ ബോൾട്ടിനെ റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. ശരിയല്ലേ? സോ ഞാൻ എങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്? ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത് ഇങ്ങോട്ടാണ്. ശരിയല്ലേ? സോ ഇതാണ് നമ്മളുടെ ഫോഴ്സ്. ഈ ഫോഴ്സും അതുപോലെ ആക്സിസ് ഓഫ് റൊട്ടേഷനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇത്. ശരിയല്ലേ? സോ ഇത്രയും ഭാഗമാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്? നമുക്ക് നോക്ക് മനസ്സിലാകും. ഈ ഫോഴ്സ് കൊടുക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. ശരിയല്ലേ? നമ്മൾ ഇങ്ങോട്ടാണ് കറക്കുന്നത്. ഇങ്ങോട്ട് കറക്കുന്നു പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിന് എങ്ങോട്ടാണ് പോകുന്നത്? മുകളിലോട്ടാണ് പോകുന്നത്. ശരിയല്ലേ? സോ ടോർക്ക് മുകളിലേക്ക് വരും. സോ ഇതാണ് ടോർക്കിൻ്റെ ഡയറക്ഷൻ. ശരിയല്ലേ? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഫോഴ്സ് വെക്ടറും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറും തമ്മിൽ എന്താണ്? 90 ഡിഗ്രി ആണ്. ശരിയല്ലേ? അതുപോലെ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറും ടോർക്കും തമ്മിൽ എന്താണ്? 90 ഡിഗ്രി ആണ്. അതായത് ഇവയെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 വെക്ടേഴ്സ് ആണ്. ശരിയല്ലേ? സോ നമ്മൾ ടേൺ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ടേൺ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ടോർക്ക് എങ്ങോട്ടായിരിക്കും? മുകളിലോട്ടായിരിക്കും. അല്ല നമ്മൾ ക്ലോക്ക് വൈസിലാണ് ടേൺ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ടോർക്കിൻ്റെ വാല്യൂ എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. ശരിയല്ലേ? സോ ഇതാണ് ടോർക്കിൻ്റെ ഡയറക്ഷൻ. നമുക്ക് ഈ ടോർക്കിനെ പ്രധാനമായിട്ടും 3 വ്യത്യസ്തമായ രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ കഴിയും. അതിൽ ഒന്നാണ് ടോർക്ക് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. നമുക്കറിയാം മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നീളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് മൊമെൻറ്റ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ശരിയല്ലേ? അതായത് ഫോഴ്സിനെ നീളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോർക്ക് കിട്ടുന്നത്. സോ നമുക്ക് പറയാം ടോർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മൊമെൻറ്റ് ഓഫ് എന്താണ്? ഫോഴ്സ്. സോ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ദ ഫോഴ്സ് വിത്ത് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ശരിയല്ലേ? ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ക്രോസ് എഫ് ആണ്. അതായത് വെക്റ്റർ ആറിൻ്റെയും വെക്റ്റർ എഫിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഇനി മറ്റൊരു രീതിയാണ് ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. അനലോഗ് എന്ന് പറഞ്ഞാൽ പകരക്കാരൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു ബോഡി ഇരിപ്പുണ്ട്. നമ്മൾ ഈ ബോഡിയിലോട്ടൊരു ഫോഴ്സ് കൊടുക്കാൻ പോവുകയാണ്. സോ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വസ്തുവിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യും? മാറും. ശരിയല്ലേ? അത് ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങി മറ്റേ ഭാഗത്തേക്ക് പോകും. ഇനിയാണെങ്കിൽ ഒരു വസ്തുവിലേക്ക് ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു കുപ്പിയുടെ അടപ്പിരിപ്പുണ്ട്. സോ ഇതൊരു കുപ്പിയാണ്, ഇതിൻ്റെ അടപ്പാണത്. ഇനിയാണെങ്കിൽ ഈ ക്യാപ്പിലേക്ക് ഞാനൊരു ടോർക്ക് കൊടുക്കാൻ പോവുകയാണ്. സോ ഞാൻ ഇതിനെ പിടിച്ച് തിരിക്കാൻ പോവുകയാണ്. ശരിയല്ലേ? അപ്പോൾ ടോർക്ക് മുകളിലേക്ക് ആക്ട് ചെയ്യും. ആൻറ്റി ക്ലോക്സിനാണ് തിരിക്കുന്നതെങ്കിൽ ടോർക്ക് മുകളിലേക്ക് ആക്ട് ചെയ്യും. സോ ഇതിൻ്റെ ഫലമായിട്ട് ഇതിനെന്തുണ്ടാവും? ഒരു റൊട്ടേഷണൽ ഇഫക്റ്റ് ഉണ്ടാവും. അതായത് ഒരു വസ്തുവിലേക്ക് ടോർക്ക് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിനെന്തുണ്ടാവും? റൊട്ടേഷൻ ഉണ്ടാവും. ഫോഴ്സ് കൊടുത്താൽ എന്ത് ചെയ്യും? മോഷൻ ഉണ്ടാവും. എന്തൊരു മോഷനാണ്? ട്രാൻസ്ലേഷൻ മോഷൻ. ശരിയല്ലേ? ടോർക്ക് കൊടുത്താൽ എന്തൊരു മോഷൻ ഉണ്ടാവും? റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. ശരിയല്ലേ? സോ
ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ മോഷനും ടോർക്ക് കൊടുത്തു കഴിഞ്ഞാൽ റൊട്ടേഷണൽ മോഷനും ഉണ്ടാവും. അപ്പോൾ റൊട്ടേഷണൽ മോഷനിൽ ഫോഴ്സിന് പകരം പറയുന്ന പേരാണ് എന്ത്? ടോർക്ക്. ശരിയല്ലേ? സോ നമുക്ക് ടോർക്കിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ്. അനലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകരക്കാരൻ. ആരുടെ പകരക്കാരനാണ്? ട്രാൻസ്ലേഷണൽ മോഷനിൽ, ലീനിയർ മോഷനിൽ ഫോഴ്സിന്റെ പകരക്കാരനാണ് റൊട്ടേഷണൽ മോഷനിൽ ടോർക്ക്. ശരിയല്ലേ? നമുക്കിങ്ങനെ പ്രധാനമായിട്ട് 3 രീതിയിലും ടോർക്കിനെ ഡിഫൈൻ ചെയ്യാം. സോ ഇതോടുകൂടിയാണെങ്കിൽ ടോർക്കിനെ കുറിച്ചുള്ള എല്ലാ കോൺസെപ്റ്റുകളും പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി പഠിക്കാം എന്താണ് ആംഗുലാർ മൊമെന്റം എന്ന്. ആംഗുലാർ മൊമെന്റം നമ്മളതിനെ എൽ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് നോക്കാം എന്താണ് ആംഗുലാർ മൊമെന്റം എന്ന്. നമ്മൾ മൊമെന്റം അല്ലെങ്കിൽ ലീനിയർ മൊമെന്റം എന്ന് കേട്ടിട്ടുണ്ട്. ശരിയല്ലേ? എന്താണ് ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയാണെങ്കിൽ ഒരു ബോഡി ഉണ്ട്. ആ ബോഡിക്ക് എം മാസ് ഉണ്ട്, അതിന് വി എന്ന വെലോസിറ്റി ഉണ്ട്, എങ്കിൽ അതിനൊരു മൊമെന്റം ഉണ്ട്. ശരിയല്ലേ? ഈ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? ലീനിയർ മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഇതൊരു വെക്ടറാണ്. ലീനിയർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? എങ്ങോട്ടാണോ വെലോസിറ്റി പോകുന്നത് അതിന്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും ലീനിയർ മൊമെന്റത്തിന്റെയും. ശരിയല്ലേ? ഇനി ആക്ച്വലി എന്താണ് ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോഡിക്ക് അതിന്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ മൊമെന്റം. ശരിയല്ലേ? അതിന്റെ ട്രാൻസ്ലേഷൻ മോഷൻ, നേരെയുള്ള ചലനം കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ മൊമെന്റം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആംഗുലാർ മൊമെന്റം? ആംഗുലാർ എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്? റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരിയല്ലേ? അപ്പോൾ ഒരു വസ്തുവിനാണെങ്കിൽ അതിന്റെ സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ മൊമെന്റം. നമ്മൾ ടോർക്കിനെ കുറിച്ച് പഠിച്ചപ്പോൾ കേട്ടായിരുന്നു, ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് ഫോഴ്സ്. ശരിയല്ലേ? ഫോഴ്സിന്റെ മൊമെന്റിനെ വിളിക്കുന്ന പേരാണ് ടോർക്ക് എന്ന് പറയുന്നത്. എന്താണ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നീളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് മൊമെന്റ്. അങ്ങനെ ഫോഴ്സിനെ നീളം കൊണ്ട്, ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വിളിക്കും? നമ്മൾ ടോർക്ക് എന്ന് പറയും. ശരിയല്ലേ? എങ്കിൽ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. സോ ഈ ലീനിയർ മൊമെന്റത്തിന്റെ മൊമെന്റിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ മൊമെന്റം. സോ ആംഗുലാർ മൊമെന്റം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു വെക്ടറാണ്. ഇറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ്, ആരുടെ മൊമെന്റ് ആണ്? ലീനിയർ മൊമെന്റത്തിന്റെ മൊമെന്റിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ മൊമെന്റം. ശരിയല്ലേ? ഇനി മറ്റൊരു രീതിയിൽ പറയാം, ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ്, എന്തിന്റെ പ്രോഡക്റ്റ് ആണ്? ഡിസ്റ്റൻസിന്റെയും അതുപോലെ ലീനിയർ മൊമെന്റത്തിന്റെയും പ്രോഡക്റ്റ് ആണ് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിയല്ലേ? സോ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ലീനിയർ മൊമെന്റം ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ മാസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു മാസ് ഉണ്ട്, എം എന്ന് പറഞ്ഞ മാസ് ഉണ്ട്. ഈ ആക്സിസിലാണെങ്കിൽ ഈ മാസ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. സോ ഇതാണ് മാസിൽ നിന്നും ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള അകലം. ഇതാണ് ആർ എന്ന് പറയുന്നത്. ശരിയല്ലേ? നമുക്ക് ഈ കേസിൽ ഈ ഡിസ്റ്റൻസിനെ റേഡിയസ് എന്ന് പറയാം. ഈ റേഡിയസിലാണെങ്കിൽ ഈ വസ്തു ഇങ്ങനെ സർക്കുലാർ മോഷൻ കാണിക്കുകയാണ് എങ്കിൽ ഈ പോയിന്റിൽ ഈ വസ്തുവിന് എന്തുണ്ടാവും? ഒരു വെലോസിറ്റി ഉണ്ടാവും. ശരിയല്ലേ? ഇതിൻ്റെ ലീനിയർ വെലോസിറ്റി ഇങ്ങോട്ടാണ്. സോ എങ്ങോട്ടാണോ ലീനിയർ വെലോസിറ്റി അതിൻ്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും ആരുടെയും? മൊമെന്റത്തിൻ്റെയും. സോ ലീനിയർ മൊമെന്റവും അതുപോലെ ലീനിയർ വെലോസിറ്റിയും സെയിം ഡയറക്ഷനാണ്. എങ്കിൽ ഈ ഡിസ്റ്റൻസിൻ്റെയും അതുപോലെ ഈ ലീനിയർ മൊമെന്റത്തിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ മൊമെന്റം. ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം. എന്താണ് അനലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പകരക്കാരൻ. ശരിയല്ലേ? ലീനിയർ മൊമെന്റത്തിന് റൊട്ടേഷണൽ മോഷനിൽ പറയുന്ന പകരക്കാരനാണ് ആംഗുലാർ മൊമെന്റം. ശരിയല്ലേ? ഇനി നമുക്കറിയാം ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ശരിയല്ലേ? അതുകൊണ്ട് അതിന് മാഗ്നിറ്റ്യൂഡും അതുപോലെ ഡയറക്ഷനും ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ലീനിയർ മൊമെന്റം വിച്ച് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി അല്ലേ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ പറയണത്? ആർ പി സൈൻ തീറ്റ. ശരിയല്ലേ? ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു പിയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ തീറ്റ. ഇനി തീറ്റ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് പി. ശരിയല്ലേ? ആറും പിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് തീറ്റ. ഈ കേസിൽ തീറ്റ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ശരിയല്ലേ? ഇനി എപ്പോഴും ഇങ്ങനെ 90 ഡിഗ്രി ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല.
സോ തീറ്റ എന്താണ്? ആറും പിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ശരിയല്ലേ? സോ നമുക്ക് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി എന്ത് വേണം? ഡയറക്ഷൻ വേണം. ശരിയല്ലേ? സോ ഇവിടെയാണെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇതാണ് അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ, റൊട്ടേഷൻ എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റ് എങ്ങോട്ടായിരിക്കും? മുകളിലോട്ടായിരിക്കും. ശരിയല്ലേ? ടോർക്ക് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒമേഗ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ സെയിം ഡയറക്ഷനിലാണ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെയും ഡയറക്ഷൻ. സോ ഇങ്ങോട്ടാണ് റൊട്ടേഷൻ എങ്കിൽ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേഷൻ എങ്കിൽ ആംഗുലാർ മൊമെൻറ്റം മുകളിലോട്ടായിരിക്കും. നമുക്കറിയാം, നേരത്തെ പഠിച്ചായിരുന്നു, ടോർക്കും അതുപോലെ ഒമേഗയൊക്കെ എന്താണ്? മുകളിലേക്കായിരുന്നു ആക്ട് ചെയ്തത്. ശരിയല്ലേ? ഇനി ക്ലോക്ക് വൈസിലായിരുന്നെങ്കിലോ, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എങ്ങോട്ട് പോകും? താഴോട്ട് പോകും. ആംഗുലാർ മൊമെൻറ്റം മാത്രമല്ല താഴോട്ട് പോകുന്നത്, ടോർക്ക് താഴോട്ടായിരിക്കും, അതുപോലെ ആംഗുലാർ വെലോസിറ്റി ഒക്കെ എന്തായിരിക്കും? താഴോട്ടായിരിക്കും. ശരിയല്ലേ? സോ ഒമേഗയുടെയും ടോർക്കിൻ്റെയും ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെയൊക്കെ ഡയറക്ഷൻ സെയിം ഡയറക്ഷനാണ്. ശരിയല്ലേ? ഇവിടെയാണെങ്കിൽ നമ്മൾ ഒരു പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റമാണ് എടുത്തത്. ശരിയല്ലേ? ഇനി എപ്പോഴും ഒരു പാർട്ടിക്കിൾ മാത്രമേ കാണുകയുള്ളൂ? അല്ല. നമുക്കൊരു ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ശരിയല്ലേ? ഒരു സിസ്റ്റമാണ്, പാർട്ടിക്കിൾസിൻ്റെ ഒരു സിസ്റ്റമാണ് ബോഡി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ബോഡിയുടെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആംഗുലാർ മൊമെൻറ്റം ടോട്ടൽ, ആകെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സമ്മായിരിക്കും എന്ത്? ആകെ ആംഗുലാർ മൊമെൻറ്റം. ശരിയല്ലേ? സോ ഒരു ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് n പാർട്ടിക്കിൾസ് കൊണ്ടാണെങ്കിൽ ആ n പാർട്ടിക്കിൾസിൻ്റെയും ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വെക്റ്റർ സമ്മായിരിക്കും എന്ത്? ആ ബോഡിയുടെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ശരിയല്ലേ? സോ നമുക്കിങ്ങനെ പറയാം, ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾ വിച്ച് ഈസ് ഈക്വൽ ടു ദ വെക്റ്റർ സം ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്. ശരിയല്ലേ? സോ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെയും വെക്റ്റർ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിലെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ആകെ ആംഗുലാർ മൊമെൻറ്റം കിട്ടും. ഇനി ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്താണ്? നമുക്കറിയാം, ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇൻറ്റു മൊമെൻറ്റം ആണ്. ശരിയല്ലേ? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. ശരിയല്ലേ? എന്താണ്? മീറ്റർ ആണ്. ഇൻറ്റു ഇനി മൊമെൻറ്റം എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ചേർത്ത് പറഞ്ഞാൽ നമുക്ക് കിട്ടും കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സോ ഇതാണ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ്. ഇനി ഡയമെൻഷൻ എത്തി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് എഴുതാം. കിലോഗ്രാമിന് പകരം പറയണം m എന്ന് പറയണം, നീളത്തിന് പകരം പറയണം l എന്ന് പറയണം, അതിൻ്റെ സ്ക്വയർ, പെർ സെക്കൻഡിന് പകരം പറയണം t⁻⁻1. ശരിയല്ലേ? സോ ഇതാണ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. സോ നമ്മൾ ടോർക്കും അതുപോലെ ആംഗുലാർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ശരിയല്ലേ? നമുക്കാദ്യമേ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എഴുതാം. ആംഗുലാർ മൊമെൻറ്റം L ഈസ് ഈക്വൽ ടു R ക്രോസ് P. ശരിയല്ലേ? നമുക്ക് ഇതിനെയാണെങ്കിൽ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇതിനെ ഞാൻ ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെയും ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ശരിയല്ലേ? R ക്രോസ് P. ഇവിടെ നോക്ക്, നമുക്കാണെങ്കിൽ R എന്നൊരു വേരിയബിളാണ്, അതുപോലെ പിയും വേരിയബിളാണ്. ശരിയല്ലേ? ഇത് രണ്ടും രണ്ട് വേരിയബിൾസ് ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ട് വേരിയബിൾസിനെ ഒരുമിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെ ചെയ്യുന്ന അറിയാമോ? ഇതിന് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യമേ ഒരു ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, മറ്റേ ടേമിനെ കോൺസ്റ്റൻ്റ് ആണെന്ന് പരിഗണിക്കണം. സോ ഞാൻ ആദ്യമേ ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ dr/dt. ശരിയല്ലേ? ഈ കേസിൽ മറ്റേ ടേമിനെ കോൺസ്റ്റൻ്റ് ആണെന്ന് പരിഗണിക്കണം. സോ മറ്റേ ടേം കോൺസ്റ്റൻ്റ് ആണ്, നമുക്കതിനെ പുറത്തെടുത്തു. ശരിയല്ലേ? ഇനി എപ്പോഴും പ്ലസ്, ഇത് ഇക്വേഷൻ്റെ പ്ലസ് ആണ്. ഇനി എന്ത് ചെയ്യണം? നേരത്തെ കോൺസ്റ്റൻ്റ് എന്ന് പരിഗണിച്ച ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, മറ്റേ ടേമിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പരിഗണിക്കണം. സോ ഇവിടെ ആറിനെ നമ്മൾ കോൺസ്റ്റൻ്റ് എടുത്തു, dp/dt. ശരിയല്ലേ? സോ dl/dt നമ്മൾ അതുപോലെ എഴുതി, ഇതിനെ നമ്മൾ അതുപോലെ എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു dr/dt. എന്താണ് dr എന്ന് പറഞ്ഞാൽ? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ്. ശരിയല്ലേ? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി. ശരിയല്ലേ?
സോ ഇതിന് പകരം നമുക്ക് പറയാം വെലോസിറ്റി ഇൻറ്റു, ഇനി പി എന്താണ്? പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻ്റം ആണ്, ശരിയല്ലേ? നമുക്കതിനെ ഇങ്ങനെ എഴുതാമല്ലോ, മാസ് ഇൻറ്റു വെലോസിറ്റി. സോ മാസ് ഇൻറ്റു വെലോസിറ്റി, ശരിയല്ലേ? ഇനി പ്ലസ്, ഈ പ്ലസ് അതുപോലെ എഴുതി, ആർ അതുപോലെ എഴുതി. ഇനി എന്താണ്? ഡി പി ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻ്റം, ശരിയല്ലേ? ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഫോഴ്സ്. സോ എഫ്, ശരിയല്ലേ? നമുക്കറിയാം ഒരു വെക്ടറിനെ അതുമായിട്ട് തന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും, ശരിയല്ലേ? നമ്മൾ ഈ ചാപ്റ്ററിൽ വെക്ടർ എന്ന വീഡിയോയിൽ കേട്ടതാണ്. വെക്ടർ എ ക്രോസ് എ എത്രയാണ്? 0 ആണ്. ഇവിടെ മാസ് എന്ന് പറഞ്ഞ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, ശരിയല്ലേ? നമുക്കതിനെ ബ്രാക്കറ്റിൻ്റെ പുറത്ത് കൊണ്ടുവരാം. നമുക്ക് ഇങ്ങനെ എഴുതാം, മാസിനെ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെക്ടർ വി ക്രോസ് വി, ശരിയല്ലേ? ഇതിൻ്റെ വാല്യൂ എത്രയാണോ? 0 ആയി പോവും. സോ ഈ ടേം ഫുൾ എന്തായിട്ട് മാറും? 0 ആയി പോവും, ശരിയല്ലേ? ഇനി ഇതെന്താണ്? ആർ ക്രോസ് എഫ് എന്താണ്? ടോർക്കാണ്, ശരിയല്ലേ? ടോർക്കാണ്. സോ നമുക്ക് പറയാം ഡി എൽ ഡിവൈഡ് ബൈ ഡി ടി, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വിച്ച് ഈസ് ഈക്വൽ ടു ടോർക്ക്. നമ്മൾ ലോസ് ഓഫ് മോഷൻ പഠിച്ചില്ലായിരുന്നോ? ഡി പി ഡിവൈഡ് ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ്, ശരിയല്ലേ? അതുപോലെ റൊട്ടേഷണൽ മോഷനിൽ ഇവിടെ ലീനിയർ മൊമെൻറ്റം ആണെങ്കിൽ ഇവിടെ പറയും ആംഗുലർ മൊമെൻറ്റം, ഇവിടെ ടോർക്ക് ആണെങ്കിൽ ഇവിടെ പറയും ഫോഴ്സ്, ശരിയല്ലേ? അപ്പോൾ എന്താണ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷണൽ മോഷനിൽ ലീനിയർ മൊമെൻറ്റത്തിന് പകരം പറയുന്ന ആളാണ് ആംഗുലർ മൊമെൻറ്റം, ശരിയല്ലേ? ഇനി എന്താണ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റൊട്ടേഷണൽ മോഷനിൽ ഫോഴ്സിന് പകരം പറയുന്ന പേരാണ് ടോർക്ക്, ശരിയല്ലേ? നമുക്കൊരു വസ്തുവിലേക്ക് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വസ്തു ട്രാൻസ്ലേഷൻ മോഷൻ കാണിക്കും. ടോർക്ക് കൊടുത്താൽ എന്ത് ചെയ്യും? റൊട്ടേഷൻ മോഷൻ കാണിക്കും, ശരിയല്ലേ? സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്കുമാണ്, ശരിയല്ലേ? സോ ഇതോടുകൂടിയാണെങ്കിൽ നമ്മൾ ടോർക്കിനെ കുറിച്ചും ആംഗുലർ മൊമെൻറ്റത്തെ കുറിച്ചുമുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി NCERT പ്രോബ്ലംസിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ സോൾഡ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 7.5, ഫൈൻഡ് ദ ടോർക്ക് ഓഫ് ദ ഫോഴ്സ്. ഫോഴ്സിൻ്റെ വില തന്നിട്ടുണ്ട്. F ഈസ് ഈക്വൽ ടു 7I ക്യാപ് പ്ലസ് 3J ക്യാപ് മൈനസ് 5K ക്യാപ്, ശരിയല്ലേ? എബൌട്ട് ദ ഒറിജിൻ, ദ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ പാർട്ടിക്കിൾ ദോസ് പൊസിഷൻ വെക്ടർ ആറിൻ്റെ വാല്യൂ ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു I ക്യാപ് മൈനസ് J ക്യാപ് പ്ലസ് K ക്യാപ്, ശരിയല്ലേ? സോ നമുക്ക് എന്താണ് വേണ്ടുന്നത്? ടോർക്കാണ് വേണ്ടുന്നത്. ഇക്വേഷൻ R ക്രോസ് F ആണ്, ശരിയല്ലേ? സോ നമ്മൾ രണ്ട് വര വരയ്ക്കുക, എഴുതുക I J K, ശരിയല്ലേ? ആദ്യം ആര് എഴുതണം? ശ്രദ്ധിക്കണം, R ക്രോസ് F എന്ന് പറഞ്ഞാൽ ആദ്യം ആറിനെ എഴുതണം, ശരിയല്ലേ? സോ ഐൻ്റെ കോഫിഷ്യൻ്റ് 1 ആണ്, J -1 വരും, K 1 വരും. അതുപോലെ ഇനി എഫിനെ എഴുതാം 7 3 -5, ശരിയല്ലേ? നമ്മൾ ഐയും ജെയും കെ ഒക്കെ എഴുതിയിട്ടുണ്ട്. സോ നമുക്കിനി ടോർക്ക് കണ്ടുപിടിക്കാം. ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു, സോ നമ്മൾ ഐ എഴുതാൻ നേരത്ത് ആരെയൊക്കെ അവോയ്ഡ് ചെയ്യണം? ഇതിനെയും ഇതിനെയും അവോയ്ഡ് ചെയ്യണം. -5 ഇൻറ്റു -1, സോ -5 ഇൻറ്റു -1, ശരിയല്ലേ? എപ്പോഴും മൈനസ്. 3 ഇൻറ്റു 1, 3 ഇൻറ്റു 1, സോ ഐൻ്റെ കാര്യം തീർന്നു. ഐ പോസിറ്റീവ് ആയതുകൊണ്ട് എപ്പോഴും ജെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, ശരിയല്ലേ? സോ ജെ എടുക്കാൻ നേരത്ത് ഈ ടേമും അതുപോലെ ഇതും എന്ത് ചെയ്യണം? ഒഴിവാക്കണം. പിന്നെ ഉള്ളത് 1ഉം 1ഉം -5ഉം 7ഉമാണ്, ശരിയല്ലേ? സോ -5 ഇൻറ്റു 1, സോ -5 ഇൻറ്റു 1 എപ്പോഴും മൈനസ് 7 ഇൻറ്റു 1, ശരിയല്ലേ? 7 ഇൻറ്റു 1, സോ ജെയും കഴിഞ്ഞു. ഇനി കെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ കെ എഴുതുമ്പോൾ പ്ലസ് കെ എഴുതണം. കെ എടുക്കാൻ നേരത്ത് ആരൊക്കെ അവോയ്ഡ് ചെയ്യും? ഈ ഒരു റോയും ഈ ഒരു കോളവും എന്ത് ചെയ്യും? നമ്മൾ അവോയ്ഡ് ചെയ്യും. പിന്നെ ഈ 4 ആൾക്കാരേ ഉള്ളൂ, ശരിയല്ലേ? 3 ഇൻറ്റു 1, സോ 3 ഇൻറ്റു 1 മൈനസ് 7 ഇൻറ്റു -1, 7 ഇൻറ്റു -1, സോ ഇതിന് ആൻസർ വരുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് 5 ആവും. 5 മൈനസ് 3 എത്ര വരും? 2 ഐ ക്യാപ് എന്ന് വരും, ശരിയല്ലേ? സോ ഇത് -J ആണ്, ഇത് -5 വരും, ഇത് -7 വരും.
-5 -7 എത്ര കിട്ടും? -12. ഇത് മൈനസ് ആയതുകൊണ്ട് +12. സോ +12 ജെ ക്യാപ്. ഇനി കെ ക്യാപ്പ് ഇത് 3 ആണ്. മൈനസും മൈനസും പ്ലസ് ആകും. സോ ഇത് +7. സോ 3 + 7 എന്ന് പറഞ്ഞാൽ 10 ആവും. സോ +10. സോ ആൻസർ 2i ക്യാപ് പ്ലസ് 12 ജെ ക്യാപ് പ്ലസ് 10 കെ ക്യാപ്. ഇതാണ് ടോർക്കിൻ്റെ വാല്യൂ. ശരിയല്ലേ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനാണ് 7.6. ഷോ ദാറ്റ് ദ ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് എനി പോയിന്റ് ഓഫ് എ സിംഗിൾ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ മോഷൻ. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു പാർട്ടിക്കിൾ ഉണ്ട്. സോ പാർട്ടിക്കിളിന് മാസ് ഉണ്ട്. മാസാണ് എം മാസ്. ഈ പാർട്ടിക്കിൾ ആണെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി മൂവ് ചെയ്യുകയാണ്. ഇതിൻ്റെ വെലോസിറ്റിയാണ് വി. ശരിയല്ലേ? സോ വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ മൊമെൻറ്റവും ഇങ്ങോട്ടാണ്. ഇനിയാണെങ്കിൽ ഞാൻ പോയിന്റ് എടുക്കാൻ പോവുകയാണ്. സോ ഇവിടെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റാണ് ക്യൂ. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ക്യൂ എന്ന പോയിന്റിൽ നിന്നും നമ്മൾ ഈ മാസിലേക്ക് ഒരു ഡിസ്റ്റൻസ് വെക്ടർ വരയ്ക്കാൻ പോവുകയാണ്. ഇതാണ് ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വെക്ടർ. ശരിയല്ലേ? ഇനി ഈ മാസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് വെക്ടറും നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കേണ്ടതുണ്ട്. ശരിയല്ലേ? പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ബോഡി ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെലോസിറ്റിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് എ പോയിന്റ് ക്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. സോ ഈ ബോഡി ആണെങ്കിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏത് പോയിന്റിൽ ഈ ബോഡി എത്തിക്കഴിഞ്ഞാലും ഈ ക്യൂ എന്ന പോയിന്റിൽ നിന്നുള്ള ആംഗുലാർ മൊമെൻറ്റം എപ്പോഴും ഈ പാർട്ടിക്കിളിന് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഇനി എന്താണ് ആംഗുലാർ മൊമെൻറ്റം? ആംഗുലാർ മൊമെൻറ്റം L = R × P. ശരിയല്ലേ? പക്ഷേ ഇവിടെ നമ്മളിങ്ങനെ വെക്റ്റർ പ്രൊഡക്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. സോ നമുക്കാണെങ്കിൽ ഇതിനെ സ്കെയിലാറിലേക്ക് കൊണ്ടുവരാം. R P sin തീറ്റ. ശരിയല്ലേ? ഇവിടെ P എന്താണ്? മാസിൻ്റെ വെലോസിറ്റി. സോ L = R M V sin തീറ്റ. ഇവിടെ ആരൊക്കെയാണ് കോൺസ്റ്റൻറ്റ്? മാസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആണ്. ശരിയല്ലേ? കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരാണ് കോൺസ്റ്റൻ്റ് ആവാഞ്ഞത്? ആറ് സൈൻ തീറ്റ. സോ L = MV നമ്മൾ പുറത്തെടുത്തു. ഇനി 6 സൈൻ തീറ്റ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ശരിയല്ലേ? അതുകൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. ശരിയല്ലേ? സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 6 സൈൻ തീറ്റ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് തീറ്റ എന്ന് പറഞ്ഞത്? 6 വെക്ടറും ഈ പി വെക്ടറും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. പക്ഷേ ഇതല്ല തീറ്റ എന്ന് പറയണത്. എപ്പോഴും തീറ്റ എടുക്കേണ്ടത് വെക്ടറിൻ്റെ ഹെഡും മറ്റേ വെക്ടറിൻ്റെ ഹെഡും അല്ലെങ്കിൽ ഒരു വെക്ടറിൻ്റെ ടെയിലും തമ്മിൽ ചേരുന്നതാണ് ആംഗിൾ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇവിടെ എന്താണ്? ഹെഡും ടെയിലുമാണ്. ഇതല്ല ആംഗിൾ. പകരം എന്താണ് ആംഗിൾ? നമുക്ക് ഈ വെക്ടറിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ഞാൻ ഈ ആർ എന്ന വെക്ടറിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. സോ ഇത് ടെയിലാണ്, ഇത് വെക്ടറിൻ്റെ ടെയിലാണ്. ശരിയല്ലേ? സോ ഇതാണ് തീറ്റ എന്ന് പറയുന്നത്. ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റ ആയിരിക്കത്തില്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുത്തൂടെ? സോ ഞാൻ ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പേര് കൊടുക്കാൻ പോവുകയാണ് O. ഇതിനെ നമുക്ക് എസ് എന്ന് വിളിക്കാം. സോ ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ QOS. ശരിയല്ലേ? QOS. നമുക്കിതിന് സൈൻ തീറ്റ കണ്ടുപിടിക്കാം. സൈൻ തീറ്റ = ഓപ്പോസിറ്റ് സൈഡ് OQ ഡിവൈഡ് ബൈ ഹൈപ്പോട്ട്നൂസ് എത്രയാണ്? R. ശരിയല്ലേ? സോ OQ = R സൈൻ തീറ്റ. ശരിയല്ലേ? ഇനി എന്താണ് OQ എന്ന് പറയുന്നത്? നമുക്കിവിടെ ഒരു പാരലൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ബോഡി എങ്ങോട്ട് പോയി കഴിഞ്ഞാലും, സോ ഈ ബോഡി ആണെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞു, അപ്പോഴും നമ്മൾ ഇങ്ങനെയല്ലേ ഡയറക്ഷൻ വരയ്ക്കുന്നത്? സോ ഇതാണ് R വെക്ടർ. ശരിയല്ലേ? അപ്പോൾ ആ സമയത്തും ആര് ചേഞ്ച് ചെയ്യത്തില്ല? ഈ ഒരു OQ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ R സൈൻ തീറ്റ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യത്തില്ല. ശരിയല്ലേ? അതെപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം എന്താണ്? ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. ആ പാരലൽ ലൈൻസ് തമ്മിലുള്ള അകലം എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് പറയാം R സൈൻ തീറ്റ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് L എന്തായിരിക്കും? A കോൺസ്റ്റൻ്റ്. ശരിയല്ലേ? സോ ഈ ബോഡി ആണെങ്കിൽ സഞ്ചരിച്ച് ഏത് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാലും
അവിടെയെല്ലാം ആറ് മാറും, അതുപോലെ തീറ്റയും മാറും. പക്ഷേ ആറ് സൈൻ തീറ്റ മാറുമോ? ഇല്ല, അതെപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആറ് സൈൻ തീറ്റ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റവും എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ശരിയല്ലേ? സോ ഇതിങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്. സോ ഇതോടുകൂടിയാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റത്തെക്കുറിച്ചും അതുപോലെ ടോർക്കിനെ കുറിച്ചുമുള്ള ബേസിക് ഐഡിയാസ്, നിങ്ങളുടെ NCERT ടെക്സ്റ്റിലുള്ള വളരെ ബേസിക് ഐഡിയാസ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.